സൈലൻസ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കൽ അല്ല. ആദ്യത്തെ പോയിന്റ്. മിണ്ടാതിരുന്നാൽ സൈലന്റ് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. 3 തരത്തിലാണ് സൈലൻസ്. ഒന്ന്, വായ സൈലന്റ് ആയിരിക്കുക, വായ അടച്ചിരിക്കുക. അത് സൈലൻസിന്റെ ബേസിക് സ്റ്റെപ്പാണ്. അടുത്തത് എന്താണ്? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് സൈലൻസിന്റെ? ബോഡി സൈലന്റ് ആയിരിക്കുക. ബോഡി അനങ്ങാതിരിക്കണം, കിടന്ന് ഇളകാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയറിലിരുത്തി അത് അവിടെ ഇരുന്നോളണം. റെസ്റ്റ്ലെസ്. കുട്ടികൾക്ക് ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഭയങ്കര എനർജിയാണല്ലോ, അത് അധികം മേശപ്പുറത്തായിരിക്കും, ഇല്ലെങ്കിൽ അടുത്തിരിക്കണവന്റെ മേത്തായിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ബോഡി സൈലന്റ് ആണ്, സ്റ്റില്ലാവണം. അത് സൈലൻസിന്റെ വലിയൊരു സ്റ്റെപ്പാണ്. പിന്നെ അടുത്തത് എവിടേക്കാണ് പോണത്? മൈൻഡിലേക്കാണ്. മൈൻഡ് സൈലന്റ് ആവണം. നെഗറ്റീവ് തോട്ട്സിന്റെ ഫ്ലോ അവസാനിക്കണം. അതാണ് സൈലന്റ് മൈൻഡ്. ചിന്തകളുടെ എണ്ണം കുറവ്, ക്വാളിറ്റി കൂടുതൽ, ഫ്രീക്വൻസി കുറവ്. അതാണ് സൈലൻസിന്റെ നേട്ടങ്ങൾ. എന്താണ്? സൈലൻസിൽ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യും. സൃഷ്ടിപരമായ കഴിവ് എല്ലാവരുടെ ഉള്ളിലുണ്ട്. സർഗാത്മക കഴിവ് എന്നൊക്കെ പറയും. സൃഷ്ടിക്കാനുള്ള കഴിവിനെയാണ് ഈ സർഗാത്മകത എന്ന് പറയുന്നത്. സൃഷ്ടി, ക്രിയേഷൻ. ഇതുവരെ ഇല്ലാതിരുന്ന ഒരു സംഭവം ഞാൻ ആലോചിച്ച് ഉണ്ടാക്കി. നല്ല നല്ല ആർട്ടിസ്റ്റൊക്കെ ക്രിയേറ്റീവ് ആയിരിക്കും. നന്നല്ലാത്ത ആർട്ടിസ്റ്റ് മറ്റുള്ളവരുടെ നോക്കിയിട്ട് വരയ്ക്കും. അയാളൊരു സിനിമ എടുത്ത് ഞാൻ അതിനെ പേരൊക്കെ മാറ്റിയിട്ട് വേറൊരു സിനിമയാക്കും. ആരോ ഒരു പാട്ടുണ്ടാക്കി, ഞാൻ അതിന്റെ മ്യൂസിക്കൊക്കെ കട്ടെടുത്തിട്ട് വേറെ വരി എഴുതിയിട്ട് വേറെ പാട്ട് മാതിരിയാക്കും. പാട്ട് മോഷണം. ക്രിയേറ്റിവിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ്? ക്രിയേറ്റിവിറ്റി എളുപ്പപ്പണിയാണല്ലോ. ക്രിയേറ്റിവിറ്റി ഉള്ളവർ എല്ലാം പുതിയതായിട്ട് സൃഷ്ടിക്കും. എല്ലാവർക്കും ഉണ്ട് എബിലിറ്റി, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സൈലന്റ് ആവണം. മൈൻഡ് സൈലന്റ് ആയിരിക്കുമ്പോൾ ക്രിയേറ്റീവ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. സൈലൻസിന്റെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞർ എന്തുകൊണ്ടാണ് സൈലന്റ് ആയിട്ടൊരു ഭാഗത്ത് പോയിരിക്കുന്നത്? വലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പോയി നോക്ക്, അവിടെ സൈലന്റാണ്. വലിയ ഗാർഡനും ഓക്കെ, ഉള്ളിൽ പോയാലും സൈലന്റാണ്. ആരും അധികം അങ്ങനെ ഒച്ചയിടില്ല. സൈലന്റ് ആയിട്ടിരിക്കണം. ഏകാന്തതയുടെ ഗുഹയ്ക്കുള്ളിൽ പോകണം എന്നാണ് പറയുന്നത്. വേറെ ഏതെങ്കിലും ഗുഹയിൽ പോണ കാര്യമില്ല പറയണം. നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ ഉള്ളിൽ നമ്മൾ സൈലൻസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ, ക്രിയേറ്റ് ചെയ്യണുണ്ടോ തന്നെ വരില്ല സൈലൻസ്. മൈൻഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം ചാറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും, സംസാരിച്ചുകൊണ്ടേയിരിക്കും, വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മൈൻഡ് ചാറ്റർ നമുക്ക് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിൽ തടസ്സമുണ്ടാകും. ഒരു പ്രശ്നം നമുക്ക് വന്നു, അതിന്റെ സൊല്യൂഷൻ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ മൈൻഡ് ചാറ്റർ നമ്മളതിന് സമ്മതിക്കില്ല. നമ്മൾ വൈൽഡായിട്ട് തിങ്ക് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു കളയും. മൈൻഡ് റൈറ്റ് വേയിൽ ചിന്തിക്കാൻ പറ്റില്ല. സ്റ്റില്ലായിട്ടുള്ളൊരു മൈൻഡിന് പ്രോബ്ലം വന്നാലും പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. സൈലന്റ് ആയിട്ടിരിക്കുന്നവര് പോസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യും പെട്ടെന്ന്. അവർ പോസിറ്റീവ് തിങ്കേഴ്സ് ആവും. അവരുടെ ഉള്ളിൽ മറ്റുള്ളവരെ കുറിച്ച് ശുഭഭാവന വന്നുകൊണ്ടിരിക്കും. സൈലൻസിന്റെ പവറുള്ളവർ. സൈലൻസിന്റെ പവറുള്ളവർക്ക് വേറൊരു ബെനിഫിറ്റും കൂടിയുണ്ട്. അവർക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ എഫക്ട് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് വേറൊരാളുടെ മൈൻഡിൽ ചേഞ്ച് ഉണ്ടാക്കാം. അതിന് സൈലൻസ് പവർ വേണം. സൈലൻസ് ഉള്ളവർക്ക് സ്വന്തം ട്രാൻസ്ഫോർമേഷൻ വേഗം നടക്കും. സ്വപരിവർത്തനം, സെൽഫ് ട്രാൻസ്ഫോർമേഷൻ നടക്കും. സൈലൻസ് ഉള്ളവർ അവനവന്റെ ഉള്ളിലാണ് നോക്കുക. സൈലൻസ് ഇല്ലാത്തവർ മറ്റുള്ളവരെന്താ ചെയ്യണമെന്നാണ് നോക്കുക. സൈലൻസ് ഈസ് ഗോൾഡൻ. എന്തുകൊണ്ടാണ് ഗോൾഡൻ? മൗനം വിദ്വാന് ഭൂഷണം. വിദ്വാന്റെ ആഭരണമാണ് മൗനം. ഒരാൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നുകിൽ എല്ലാം അറിയാം, ഇല്ലെങ്കിൽ ഒന്നും. മിണ്ടാതിരുന്ന എന്താർത്ഥം? ഒന്നുകിൽ എല്ലാം അറിയാം, ഇല്ലെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെയല്ല കേട്ടോ. ഒന്നും അറിഞ്ഞുകൂടാത്തവർ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും.
ചലച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും. ഉള്ളിൽ കാമ്പുള്ളവർ മിണ്ടാതിരിക്കും, അവർ വേണ്ട സ്ഥലത്ത് സംസാരിക്കും. അപ്പോൾ ആൾക്കാരത് ശ്രദ്ധിക്കും. എന്താണ് പറയുക? നിറകുടം തുളുമ്പില്ല. നിറയാത്ത കുടം അങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം നിറഞ്ഞിരിക്കണം. സൈലൻസ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞാലേ സൈലൻസ് വരുള്ളൂ. സൈലൻസിന് കണ്ടീഷൻ ഉണ്ട്. വെറുതെ സൈലന്റ് ആവാൻ ആർക്കും പറ്റൂല. സൈലൻസ് ഇത്രയൊക്കെ നല്ലതാണ്, ഒന്ന് എന്ന് മുതൽ അങ്ങോട്ട് സൈലന്റ് ആവും എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഉള്ളിൽ നിറയണം എന്തെങ്കിലും അല്ല. എന്ത് നിറയണം? ശക്തികളും ഗുണങ്ങളും നിറഞ്ഞവർക്ക് സൈലന്റ് ആവാൻ പറ്റുള്ളൂ. ഉള്ളിൽ കുറെ നെഗറ്റിവിറ്റിയും വേസ്റ്റും കിടക്കുന്നവർക്ക് സൈലന്റ് ആവാൻ പറ്റില്ല, വിചാരിച്ചാലും നടക്കില്ല. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാൻ പോവാ, വാതില് തുരുമ്പ് പിടിച്ച് കിടക്കുക, വേഗം ഒരു പെയിന്റ് ബക്കറ്റ് എടുക്കുക, അടിക്കുക, അങ്ങനെയാണ് ചെയ്യുക. ആദ്യം ആ കടലാസ് ഇട്ടിരുന്ന് വരയ്ക്കും, എന്നിട്ട് തുരുമ്പ് മുഴുവൻ കളയും, എന്നിട്ടോ പെയിന്റ് അടിക്കും. ജ്ഞാനം കേൾക്കുന്നത് തുരുമ്പ് ഉരയ്ക്കുന്ന പോലെയാണ്. ക്ലാസ് കേട്ടോണ്ടിരുന്നാൽ മതി. മുരളി കേട്ടോണ്ടിരുന്ന തുരുമ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. യോഗം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പവർഫുൾ ആവും, ക്ലീൻ ആവും, ഭംഗി വരാൻ തുടങ്ങും. കോംപ്ലിമെന്ററി ആണ് രണ്ടും. ഒന്നുണ്ട് മറ്റേതില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത് കംപ്ലീറ്റ് ആവില്ല. ജ്ഞാനവും കേൾക്കണം, യോഗവും ചെയ്യണം. രണ്ട് ചിറക് പോലെയാണ് ആത്മാവിന്റെ. ഒരു ചിറക് കൊണ്ട് ഇങ്ങനെ ഒന്നും നടക്കില്ല. രണ്ട് ചിറകാണ്, രണ്ടും വേണം. ഈ രണ്ട് ചിറകും വരാൻ തുടങ്ങിയാലോ നമ്മൾ പറക്കാൻ തുടങ്ങും, ഫ്ലൈ ചെയ്യാൻ തുടങ്ങും. ലൈഫിൽ പിന്നെ കഷ്ടപ്പെട്ട് പോവില്ല. ആൾക്കാർ താഴെ റോട്ടിൽ കൂടെ കഷ്ടപ്പെട്ട് പോകും, നമ്മൾ വിഹംഗമാർഗത്തിൽ കൂടെ പോകും. എന്നുവെച്ചാൽ സ്പീഡിൽ പോകുന്നർത്ഥം. ടോപ്പിലെത്തണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ടോപ്പിലെത്താൻ രണ്ട് വഴിയുണ്ട്. ഒന്നുകിൽ സ്റ്റെയർ കേസ് കയറിയിട്ടും പോവാ, ഇല്ലെങ്കിൽ ലിഫ്റ്റ് വഴിയും. ഒന്നുകിൽ സ്റ്റെയർ കേസിൽ പോവാം. ഇപ്പൊ 100 നിലയുണ്ടെന്ന് വിചാരിച്ചോ, 100ാമത്തെ നിലയിലെ റൂം കിട്ടിയത്. എങ്ങനെ പോവാം? ലിഫ്റ്റിൽ തന്നെ പോവാം. ആ എഫർട്ടില്ല. ജീവിതത്തിൽ ടോപ്പിൽ പോകാൻ രണ്ട് വഴിയുണ്ട്. കഷ്ടപ്പെട്ട് പോവുകയൊക്കെ ചെയ്യാം. പലരും അങ്ങനെ തന്നെയാണ് പോണത്. ടോപ്പിലെത്തും, എത്തിക്കഴിയുമ്പോഴേക്കും അങ്ങനെ കിടക്കുന്നുണ്ടാവുന്നു മാത്രം. മനസ്സിലായോ? ക്ഷീണിക്കും ഒരുപാട്. ബുദ്ധിയുള്ളവര് ലിഫ്റ്റിൽ കയറിപ്പോവും. എന്താണ് ലിഫ്റ്റ്? ബ്ലെസ്സിങ് ആണ് ലിഫ്റ്റ്. മറ്റുള്ളവരുടെ ആശീർവാദം നമുക്കുള്ള ലിഫ്റ്റാണ്. ഇതൊരു ലക്ഷ്യം വെക്കണം. ഞാൻ എല്ലാവരുടെയും ആശീർവാദം വാങ്ങും. എല്ലാവരുടെയും ആശീർവാദം വാങ്ങണമെങ്കിൽ ആദ്യം സെൽഫ് റെസ്പെക്ട് വേണം. സൈലൻസിലിരിക്കുമ്പോൾ സെൽഫ് റെസ്പെക്ട് വരും. സൈലൻസിലിരിക്കുമ്പോൾ സെൽഫ് റെസ്പെക്ട് വരും. സെൽഫ് റെസ്പെക്ട് ഉള്ളവരെയല്ല. മറ്റുള്ളവരുടെ ആശീർവാദം കിട്ടാൻ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക, അവരെന്താ പറയണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക, ഇതല്ല അർത്ഥം. സ്വന്തം സെൽഫ് റെസ്പെക്റ്റിൽ ഇരിക്കുക എന്നാണ് അർത്ഥം. അവനവന്റെ സ്ഥിതിയിലിരുന്നാലുണ്ടല്ലോ എല്ലാവരും റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും. കസേരയിൽ എണീറ്റ് പോയാൽ ഒരു മനുഷ്യന്റെ കൂട്ട് റെസ്പെക്ട് ചെയ്യില്ല. സീറ്റിലിരിക്കണം. എന്താണ് നമ്മുടെ സീറ്റ്? ഞാൻ ഒരു ശ്രേഷ്ഠ ആത്മാവാകുന്നു, ഇതാണ് സീറ്റ്. ഞാൻ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ് ആണ്. ഞാൻ എല്ലാ ഗുണങ്ങളും ശക്തികളും ഉള്ള ഒരാളാണ്. ഇതൊക്കെ നമ്മുടെ സീറ്റാണ്. ഈ സീറ്റൊന്നും വിട്ടെണീറ്റ് പോരുത്. ഇത് വിട്ടെണീറ്റ് പോയാൽ ഇങ്ങനെ കിടന്ന് അലഞ്ഞു നടക്കേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് പിടിച്ച് ഈ സീറ്റിലിരുത്തണം. മനസ്സിലായോ? ഞാൻ ഈശ്വരന്റെ സന്താനാണ്. ഐ ബിലോങ് ടു ദ സുപ്രീം ഫാദർ. ഈശ്വരന്റെ ശക്തികൾ തന്നെയാണ് എവിടെയുള്ളത്? ആത്മാവിലുള്ളത്. അതേ ശക്തികളാണ്. അതിനെ ഒന്ന് ഉണർത്തുക വേണ്ടു. നമ്മൾ ഭയങ്കര പവർഫുള്ളായിട്ട് മാറും. സെൽഫ് റെസ്പെക്ട് ഉണ്ടാവുന്നത് സൈലൻസിൽ നിന്നാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ തന്നെ, രാവിലെയും വൈകുന്നേരവും കുറച്ച് സമയം സൈലന്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ചിലവാക്കണം. സൈലന്റ് ആയിട്ട്. ആ സമയത്ത് TV ഓൺ ചെയ്യരുത്. ആ സമയത്ത് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കരുത്. വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഏർപ്പെടരുത്. മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഇരിക്കുക. ഇരുന്നിട്ട് ചിന്തിക്കുക. മനസ്സിൽ എന്താണ് വരുന്നത് നോക്കുക. പതുക്കെ 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 മനസ്സ് സൈലന്റ് ആവും. അതിന് കുറച്ച് ദിവസം എടുക്കും. കുറച്ച് ദിവസം പറഞ്ഞ് എത്ര ദിവസം എടുക്കും? ചെയ്യുന്നതിന്റെ ഇന്റൻസിറ്റിയും ഇൻട്രസ്റ്റും ഡ്യൂറേഷനും അനുസരിച്ച്
ഇൻട്രസ്റ്റും ഇൻറ്റൻസിറ്റിയും ഡ്യൂറേഷനും അനുസരിച്ച് ആ ദിവസങ്ങൾ കുറയും. ഇൻട്രസ്റ്റ് കുറവാണ്, ഇൻറ്റൻസിറ്റി കുറവാണ്, ഡ്യൂറേഷൻ കുറവാണെങ്കിൽ ദിവസങ്ങൾ കൂടും. ഇത്രയേ ഉള്ളൂ. വെരി സിമ്പിൾ. ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതിന് സിമ്പിൾ റീസൺ ഇതാണ്. നമ്മൾ എത്രയോ പേര് ബാബയുടെ വീട്ടിൽ വരുന്നില്ലേ, മുരളി കേൾക്കണില്ലേ, റെഗുലറായിട്ട് യോഗം ചെയ്യണില്ലേ? എല്ലാവരും ഒരേപോലെ ട്രാൻസ്ഫോം ആവുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? 3 ഫാക്ടേഴ്സാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം. ഇൻട്രസ്റ്റ്, ഇൻറ്റൻസിറ്റി, ഡ്യൂറേഷൻ. കൊടുക്കുന്ന സമയം. കൂടുതൽ സമയം ഒരു ദിവസം കൊടുത്താൽ കൂടുതൽ വേഗം ട്രാൻസ്ഫോർമേഷൻ നടക്കും. കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ വേഗം നടക്കും. കൂടുതൽ ഇന്റൻസ് ആയിട്ടാണ്. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ചെയ്യുന്ന സമയത്തുള്ള ഇൻവോൾവ്മെന്റ് ആണ് ഇന്റൻസിറ്റി വേണം. ഇതൊക്കെ എവിടെ നിന്ന് ഉണ്ടാവുന്നത്? സൈലൻസ്. ഇത്തരം കാര്യങ്ങൾ മതിയോ? ഇനി വേണോ? മുനി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മുനി മൗനമായിരിക്കുന്നവൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സന്യാസി എന്നൊന്നും അർത്ഥമില്ല. സന്യാസി പറഞ്ഞാൽ ത്യാഗം ചെയ്യണം. നെഗറ്റിവിറ്റിയെ ത്യാഗം ചെയ്യുന്നവനാണ് സന്യാസി. വീട് വിട്ടു പോകുന്നവനല്ല സന്യാസി. വീട് വിട്ടു പോകുന്നവർ സന്യാസിമാരല്ല, ദുർന്യാസിയാണ്, സന്യാസിയല്ല. സംന്യാസി എന്ന് പറഞ്ഞാൽ വേണ്ടാത്തതിനെ കളയുന്നവൻ. വേണ്ടാത്ത എന്താണ്? നെഗറ്റിവിറ്റിയും ഉള്ളിലുള്ള വീക്ക്നെസ്സും നമ്മുടെ റോങ് ടൈം ടേബിളും. വേണ്ടാത്തത് നെഗറ്റിവിറ്റിയെ കളയണം. വേണ്ടാത്തതിന്റെ ലിസ്റ്റ് ഉണ്ടാക്കണം. ഇപ്പം നമ്മുടെ കയ്യിൽ കുറെ വേണ്ടാത്തത് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. യൂസ്ലെസ് ആയിട്ടുള്ള ഗാർബേജും വേസ്റ്റും ഇപ്പോഴും ഉണ്ട്. അതിനെ കളഞ്ഞാൽ നമ്മൾ ആരായി? സന്യാസിയായി. വേസ്റ്റിനെ കളയുന്നവരാണ് സന്യാസിമാർ. അപ്പൊ നമ്മളൊക്കെ ആരാണ്? വേസ്റ്റിനെ കളയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സന്യാസിമാരാണ്. എത്ര സന്യാസിമാരായിരിക്കണം? ഓക്കെ. അപ്പൊ സൈലൻസ് എന്ന് പറഞ്ഞാൽ ശാന്തി. വെറുതെ മിണ്ടാതിരിക്കലല്ല, ശാന്തി ഉണ്ടാവും. ശാന്തി ഒരു ഫീലിംഗ് ആണ്. റെസ്റ്റിന്റെ ഫീലിംഗ് ആണ്. മനസ്സടങ്ങുമ്പോൾ തോന്നുന്ന ഫീലിംഗ് ആണ്. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ തോന്നുന്ന ഫീലിംഗ് ആണ്. നല്ല ഫ്യൂച്ചറിനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഫീലിംഗ് ആണ്. നല്ല ഫ്യൂച്ചറിനെ കാണാൻ പറ്റാത്തവർക്ക് ശാന്തിയൊന്നുമില്ല കേട്ടോ. അവർ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കും. എൻ്റെ ഭാവി എന്താവും, ഞാൻ എന്താ ചെയ്യാ വലുതായിട്ട്. അവർക്കൊരിക്കലും ശാന്തി ഉണ്ടാവില്ല. ഫ്യൂച്ചറിനെ കാണാൻ പറ്റണം. ഇപ്പൊ തന്നെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുണ്ടോ? ഇല്ലെങ്കിൽ കാണുന്നവരെ നോക്കണം. അപ്പൊ കാണും. വീണ്ടും വീണ്ടും നോക്കണം. സിയേഴ്സ് എന്ന് പറയുന്ന ആരെയാണ്? ദാർശനികന്മാര്, ദർശനം ചെയ്യുന്നവര്. ദർശനം പറഞ്ഞാൽ കാണാന്നാണ്. നമ്മളും കാണുന്നുണ്ട്. നമ്മളെ ദാർശനികരെന്ന് ആരും വിളിക്കുന്നില്ല. കാരണം നമ്മൾ ഈ 2 കണ്ണുകൊണ്ടാണ് കാണുന്നത്. ഈ 2 കണ്ണുകൊണ്ട് കാണാത്തതിനെ കാണുന്നവരെയാണ് സിയേഴ്സ് എന്ന് പറയുക, കാണുന്നവർ.